നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് ഈ ഒരു സമയം പ്രപഞ്ചത്തിൽ നിന്നും എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി എന്താണ്, കൂടാതെ ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 8 ഓഫ് സോർഡ്സ് കിട്ടിയിട്ടുണ്ട്, 10 ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, സൺ കാർഡ് വന്നിട്ടുണ്ട്, ഫുൾ കാർഡ്, ഡെവിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്, എയ്റ്റ് ഓഫ് വാൺസ്, 8 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് വാൺസ് എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരും പല വിധത്തിലുള്ള ചിന്തകളാലും ഭയത്താലുമൊക്കെ കുറച്ച് അസ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരുപക്ഷെ സാഹചര്യങ്ങൾ നിങ്ങളെ തളർത്തുന്നു എന്നൊരു തോന്നൽ നിങ്ങളിൽ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ചിന്തകളും ഭയങ്ങളുമൊക്കെ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒന്നാണെന്നും നിങ്ങൾ മനസ്സ് വച്ചാൽ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് സ്വയം പുറത്ത് കടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരിൽ നിന്ന് വലിയൊരു പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്ന എന്തെങ്കിലും പുതിയ ഒരു ബിസിനസ് ആശയമോ അല്ലെങ്കിൽ കരിയറിൽ വലിയൊരു അവസരമൊക്കെ നിങ്ങളെ തേടി എത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്ഥിരതയും വ്യക്തതയുമൊക്കെ നൽകുന്ന ഒന്നായിരിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളുടെ സങ്കടങ്ങളുടെ കാലം അവസാനിക്കുകയാണ്. ഇനി വലിയൊരു സന്തോഷത്തിൻ്റെ നാളുകളാണ് ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ പൂർണ്ണമായിട്ടും മാറി പുതിയൊരു ഊർജം നിങ്ങൾക്ക് കൈവരുന്ന ഒരു സമയമാണിത്. എല്ലാ മേഖലയിലും ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം തിരികെ വരുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പഴയ പരാജയങ്ങളെയൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിവെച്ചുകൊണ്ട് പുതിയ ഒരു തുടക്കത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ചുവട് വയ്ക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം എന്ന്, ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന അനാവശ്യമായിട്ടുള്ള ആശങ്കകളൊക്കെ ഒഴിവാക്കി പ്രപഞ്ചത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തെ വലിയ തിരിച്ചറിവുകളിലേക്ക് നയിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ പുരോഗതിയെ, നിങ്ങളുടെ വളർച്ചയൊക്കെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും മോശം ശീലങ്ങളോ അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളോ തെറ്റായ സൗഹൃദങ്ങളോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ സ്വയം പുറത്ത് കടക്കണം എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ നിന്നൊക്കെ പുറത്ത് വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കതിന് കഴിയാത്ത ഒരു അവസ്ഥയായിരിക്കാം. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, എനിക്കതിൽ നിന്നും ഒരു മോചനം വേണമെന്ന് ഒരു ദൃഢനിശ്ചയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ നിങ്ങൾ അതിൽ നിന്നും സ്വതന്ത്രരാവാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളിലൊക്കെ ഇനി ഒരു വേഗത കൈവരുന്നതാണ്. പലർക്കും ദൂരയാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല വാർത്തകൾ, നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന, നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ വളരെ വേഗത്തിൽ നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൊക്കെ
കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ട, നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും നൽകേണ്ട ഒക്കെ ഒരു സമയമാണിത്. നിങ്ങളുടെ കഴിവുകളെയൊക്കെ കൂടുതൽ നന്നാക്കി എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇത് തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങൾക്ക് വലിയൊരു അംഗീകാരവും സുരക്ഷിതത്വവുമൊക്കെ നൽകും എന്നുള്ളതാണ്. കൂടാതെ സ്നേഹം നിങ്ങളിൽ വളരെയധികം നിറയുന്ന ഒരു സമയമാണിത്. പലർക്കും പുതിയൊരു പ്രണയബന്ധം ആരംഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് സന്തോഷം നൽകുന്ന തരത്തിലുള്ള എന്തെങ്കിലും സന്ദേശങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വളരെ ശാന്തമായിട്ട് ഈ ഒരു സമയം ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. കൂടാതെ സാമ്പത്തികമോ സ്നേഹമോ ഒക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്ന് അതിനെയൊക്കെ മുറുകെ പിടിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ പലർക്കും ഉണ്ടെങ്കിൽ നിങ്ങളിലെ അത്തരം രീതികളൊക്കെ മാറ്റി മാറ്റങ്ങളെ നിങ്ങൾ അംഗീകരിക്കുക. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ തീരുമാനങ്ങളെയോ നിലപാടുകളെയോ ഒക്കെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്യുന്നത് മൂലം അതിനെയൊക്കെ മറ്റുള്ളവരിൽ നിന്നും സംരക്ഷിച്ച് നിർത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ പലർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശക്തി പുറത്തെടുത്ത് എല്ലാ പ്രതിസന്ധിയെയും ശക്തമായിട്ട് നിങ്ങൾ നേരിടുക. നിങ്ങളുടെ ഭാഗം ശരിയാണെങ്കിൽ നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങളുടെ നിലപാടുകളിലൊക്കെ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മാറ്റങ്ങളെയും അവസരങ്ങളെയും ഒക്കെ സന്തോഷത്തോടെ നിങ്ങൾ സ്വീകരിക്കുക. പ്രപഞ്ചം കൂടെയുണ്ട് എന്ന പൂർണ്ണമായ വിശ്വാസം എപ്പോഴും നിങ്ങളിൽ ഉണ്ടാക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദിവസവും നിങ്ങൾ ചെറിയ പരിശ്രമമെങ്കിലും തുടർച്ചയായിട്ട് നടത്തുക. ഒരുപക്ഷെ മടിയും അലസതയുമൊക്കെ നിങ്ങളെ പിടികൂടിയേക്കാം. എന്നാലും പരിശ്രമത്തിന് പകരമായിട്ട് വേറെ ഒന്നുമില്ല. പരിശ്രമിച്ചെങ്കിൽ മാത്രമേ വിജയിക്കാനായിട്ട് സാധിക്കൂ, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കൂ എന്ന ഒരു ബോധ്യത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുക എന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളുമൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ ഭയന്ന് തളർന്നിരിക്കാനായിട്ട് ശ്രമിക്കാതെ നിങ്ങളുടെ സത്യത്തിലും നിങ്ങളുടെ കഴിവിലുമൊക്കെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അത്തരം പ്രതികൂല സാഹചര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ കൂടുതൽ ശക്തനായ ഒരു വ്യക്തിയാക്കി മാറ്റാനായിട്ട് പ്രപഞ്ചം തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതേപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.